ഹായ്, കുറച്ച് നാളിന് ശേഷമാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. ഡെലിവറി, പിന്നെ അത് കഴിഞ്ഞിട്ട് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്. കുഞ്ഞിന് വന്നിട്ട് 7 മാസം കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ന്യൂ മോം എന്നുള്ള രീതിയിൽ, ന്യൂ മോം അല്ല, 7 മാസമായി. എന്തൊക്കെ രീതിയിൽ തിരക്കായിരിക്കുമെന്ന് അതിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ സമയം കിട്ടാറില്ല. ഇപ്പോൾ അവനെ ഉറക്കിയിട്ടാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത്. ഈ ജേണിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. കുറച്ച് പേർക്ക് അത് യൂസ്ഫുൾ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഡയപ്പർ യൂസ് ചെയ്യണത്. അപ്പോൾ ഡയപ്പർ യൂസ് ചെയ്യുന്നത് ഒരു ക്രെഡിറ്റായിട്ട് ഞാൻ പറയുന്നതല്ല, അത് ഓരോ പാരൻസിൻ്റെ ഇഷ്ടമാണ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കംഫർട്ടബിൾ മാത്രമല്ല നോക്കേണ്ടത്, കുഞ്ഞിന് അത് ഓക്കെ ആണോ കംഫർട്ടബിൾ ആണോ എന്നും കൂടെ നോക്കി വേണം നമ്മളത് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ റാഷസ് വരും എന്നെല്ലാവരും പറയാറുണ്ട്. സോ റാഷസ് വരും. അതിപ്പോൾ ഏത് യൂസ് ചെയ്താലും നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നത് പോലെ ഇരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായത്. സോ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിലോട്ട് പോകാം. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഡയപ്പറിൽ തന്നെയായിരിക്കും. അവിടെ തന്നെ അവൻ്റെ ആ ഡയപ്പർ ജേണി സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ എൻ്റെ യു വി നമ്മുടെ കയ്യിൽ വന്നപ്പോഴേ അവൻ ഡയപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡയപ്പർ യൂസ് ചെയ്യേണ്ടി വന്നു. എൻ്റെ മറ്റേ ഡയപ്പർ ബാഗല്ലല്ലോ, ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോയിൽ ഞാൻ എന്തുമാത്രം മറ്റേ തുണിയുണ്ടല്ലോ, തുണി എടുത്ത് വച്ചെന്ന് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അച്ഛൻ്റെ 2-3 മുണ്ട് അലക്കി അതിനെ എത്രയോറ്റോ കട്ട് ചെയ്ത് അത് തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്യാത്ത തുണി എല്ലാം ആയിട്ടാണ് പോയത്. പക്ഷെ അവിടെ വെച്ചിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ യൂസ് ചെയ്തുകൂടാന്ന് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അവർ അവിടെ നിന്ന് തന്ന ഡയപ്പർ തന്നെ ഉപയോഗിച്ചു. ബാഗിൽ നിന്ന് എടുക്കേണ്ടി വന്നില്ല. വൈപ്സും അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഫുള്ള് ഡയപ്പർ തന്നെയാണ് യൂസ് ചെയ്തത്. ടേപ്പ് ടൈപ്പ് ഡയപ്പറാണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മറ്റേ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ പോസ്റ്റ് നാറ്റൽ കെയറിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ തുണി യൂസ് ചെയ്തില്ല എന്ന് ചോദിക്കാം. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ അത് വർക്കായില്ല. ചിലവർക്ക് വർക്കാവും, നമുക്ക് വർക്കായില്ല. വച്ച് കുറച്ച് നേരം കഴിയുന്നതും എന്തായാലും മാറ്റേണ്ടി വരും. അവൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ മാറ്റണം. അപ്പോൾ അങ്ങനെ പറ്റിയില്ല. അങ്ങനെ ഡയപ്പർ തന്നെയാണ് ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് അവിടെ നമ്മളൊരു ഫ്ലാറ്റിൽ ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവും. ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു 8-9-10-12 ദിവസം കാണും. അപ്പോൾ ആ സമയത്തൊക്കെ അവന് ചെറുതായിട്ട് റാഷസ് കണ്ടു. റാഷസ് ആദ്യം കണ്ടപ്പോൾ നല്ല രീതിയിൽ സങ്കടം തോന്നി, കൊച്ച്. അപ്പോൾ അവന് റാഷസ് വന്നതിന് കാരണം നമ്മളായിരിക്കുമല്ലോ എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ റാഷസ് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നൊക്കെ പീഡിയാട്രീഷ്യനൊക്കെ ചോദിച്ച് റാഷ് ക്രീം അവർ സജസ്റ്റ് ചെയ്തു. അങ്ങനെ റാഷ് ക്രീം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഫ്രീ ആയിട്ടൊക്കെ കിടത്തി, ഡയപ്പർ ഫ്രീ ആയിട്ട് കിടത്തി. അങ്ങനെ ഡയപ്പർ യൂസ് ചെയ്യാൻ തുടങ്ങി. തുണിയൊക്കെ ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ തുണി യൂസ് ചെയ്തത് കൊണ്ട് എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ മൂത്രം ഒക്കെ ഒഴിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഉടനെ നമ്മൾ മാറ്റും. അതുപോലെ തന്നെ തുണിയായാലും പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ തണുപ്പടിച്ചിട്ട് പ്രശ്നമാകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി ആണ്. ഓക്കെ, അപ്പോൾ തുണി കൂടുതൽ യൂസ് ചെയ്തില്ല. ഡയപ്പർ വിത്ത് റാഷ് ക്രീം അങ്ങനെയൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ വൈപ്സാണ് വെച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്, വെള്ളം വച്ചിട്ടല്ലായിരുന്നു. സോ വൈപ്സ് യൂസ് ചെയ്തിട്ടാണ് ഡയപ്പർ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നി വൈപ്സ് യൂസ് ചെയ്യുന്നതായിരിക്കുമോ പ്രശ്നമെന്ന് വിചാരിച്ച് വൈപ്സ് യൂസ് ചെയ്യുന്നത് ടോട്ടലി നിർത്തി. അപ്പോൾ എത്ര 7 മാസം വരെയും ഞാൻ ഈ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. അതെന്താണെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ 2 ഈ ഒരു വാഷ് ക്ലോത്ത് ആണ് ഞാൻ അവനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വാഷ് ക്ലോത്ത് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് അപ്പോഴേ സ്റ്റാർട്ടിങ്ങിലേ വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു വാഷ് ക്ലോത്ത് ഞാൻ ദേഹം തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം. ഈ രാത്രി ജസ്റ്റ് ഒന്ന് ദേഹമൊക്കെ തുടച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഒരു വാഷ് ക്ലോത്ത്.
ഈ ഒരു വാഷ് ക്ലോത്ത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ അപ്പി ഇടുകയോ ഡയപ്പർ മാറ്റുന്ന സമയത്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ എന്ത് ഉപയോഗിക്കുമെന്ന് വെച്ചാൽ ഒരു കപ്പിൽ വെള്ളം നമ്മൾ സാധാരണ വെള്ളം വെച്ച് ക്ലീൻ ചെയ്യൂലേ അതുപോലെയാണ് അവന് ഞാൻ പിന്നെ ചെയ്യാൻ തുടങ്ങിയത്. കപ്പിൽ വെള്ളം വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യും. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു വാഷ് ക്ലോത്ത് വെച്ച് ഒപ്പിക്കൊടുക്കും. ഈ ഒരു പരിപാടിയേ ഉള്ളൂ, വേറെ വലിയൊരു കാര്യമൊന്നുമല്ല. നനവോടുകൂടി ഞാൻ പിന്നെ ഡയപ്പർ ഇട്ട് കൊടുക്കാറേ ഇല്ല. നല്ല രീതിയിൽ ഒപ്പിക്കൊടുത്ത് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഡയപ്പർ ഇട്ട് കൊടുക്കും. അപ്പോൾ അവൻ ഉണർന്നുകൊണ്ടു നല്ല ഉറക്കം. അപ്പോൾ എന്താണ് ചെയ്യാറെന്ന് വെച്ചാൽ നനവോടുകൂടി ഡയപ്പർ ഇട്ട് കൊടുക്കാറില്ല. ഈ നനവോടുകൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് റാഷസ് വരുന്നത് എന്നെനിക്ക് തോന്നിയത്. അപ്പോൾ ചെറിയ രീതിയിൽ റാഷസിൻ്റെ എന്തെങ്കിലും ഒന്ന് കാണാൻ തുടങ്ങിയാൽ ഞാൻ ചെറുതായിട്ട് റാഷ് ക്രീമും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഡയപ്പർ അതിൻ്റെ പുറത്തിട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് സംഭവം ചെയ്യാറ്. ആദ്യമൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവൻ മോഷൻ പോയി അപ്പി ഇട്ട് കഴിഞ്ഞാൽ ആദ്യമേ കൈ കൊണ്ട് കഴുകാൻ കുഴപ്പമൊന്നുമില്ല. വൈപ്സ് വെച്ച് നല്ല രീതിയിൽ തുടച്ചിട്ട് വൈപ്സിൻ്റെ ഒരു അംശം പോലും ഞാൻ വച്ചേക്കില്ല, വെള്ളം വച്ചിട്ട് കഴുകും. എനിക്കിപ്പോൾ അത് ഇഷ്ടമല്ല, വൈപ്സിൻ്റെ അംശം അവൻ്റെ ദേഹത്ത് ഇരിക്കുന്ന ഇഷ്ടമല്ല. എത്ര തന്നെ ആയാലും 99% വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തോ അന്ന് റാഷസ് വന്നതുകൊണ്ട് വൈപ്സിൻ്റെ ഫുള്ളായിട്ട് ഞാൻ കഴുകി കളഞ്ഞിട്ട് ഈ വാഷ് ക്ലോത്ത് വെച്ച് ഒപ്പിക്കൊടുക്കും. വാഷ് ക്ലോത്ത് വെച്ച് ഒപ്പിക്കൊടുത്തതിന് ശേഷം ഡയപ്പർ ഇട്ട് കൊടുക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതുവരെയും വലിയ പ്രശ്നമൊന്നും പിന്നീട് കണ്ടിട്ടില്ല. പിന്നെ ആദ്യത്തെ സ്കിൻ ആയിരിക്കണമെന്നില്ല ഇപ്പോഴുള്ള സ്കിൻ. ഇപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയതുകൊണ്ട് റാഷസ് വരുന്നത് കുറയും. പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കപ്പും വെള്ളവും കൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് വൈപ്സ് വെച്ചിട്ട് എമർജൻസി പർപ്പസിന് വൈപ്സ് വെച്ചിട്ട് തുടയ്ക്കും. റാഷസ് വരാതിരിക്കാൻ ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. എന്താണ്, വെറ്റായിട്ട് ഇട്ട് കൊടുക്കാറില്ല. പിന്നെ അവൻ്റെ ഡയപ്പർ റൊട്ടീൻ എന്ന് പറയുന്നത് ടോട്ടലായിട്ട് അവൻ ഡയപ്പർ തന്നെയാണ് യൂസ് ചെയ്യണത്. ഒരു ഡയപ്പർ ബോയ് ആയിട്ടാണ് വളരുന്നത്. അപ്പോൾ രാത്രി ചില ഫുള്ളായിട്ട് ഒരു ഡയപ്പർ തന്നെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. മോഷൻ പോവുകയാണെങ്കിൽ ഉടനെ തന്നെ മാറ്റും. ന്യൂ ബോൺ സ്റ്റേജിലൊക്കെ നമ്മൾ 2 hours ഗ്യാപ്പിൽ ഇങ്ങനെ മാറ്റുമായിരുന്നു. പിന്നെ മോർണിംഗ് മാറ്റും, അടുത്ത് പകൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. അവൻ്റെ ഇതുപോലെയാണ്, അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ വളർത്തിയില്ലേ, അതിൻ്റെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അവൻ്റെ ഡയപ്പർ റൊട്ടീൻ പോണത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് കെയർ ചെയ്യുവാണെങ്കിൽ ഡയപ്പർ യൂസ് ചെയ്യണോണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പൈസ കാര്യത്തിൽ പ്രശ്നം തന്നെയാണ്. ഡയപ്പറിൻ്റെ എമൗണ്ട് ഇങ്ങനെ എന്താണ് നമ്മളിങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും, ഒരു സൈഡിലോട്ട് പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പൈസ കാര്യത്തിൽ നോക്കിയാൽ തുണി യൂസ് ചെയ്യണത് തന്നെയാണ് നല്ലത്. അല്ലാതെ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും വേറെ അനുഭവങ്ങളുണ്ടെങ്കിൽ അത് കമൻസിലൂടെ പറയുക, വേറെ മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്പെടും. പിന്നെ ഞാൻ ഡയപ്പറൊക്കെ മാറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ രീതിയിലുള്ള ലോക്കൽ സെറ്റപ്പാണ്, ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ എന്നൊക്കെ പേരിടാം. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചാൽ, ഒരു ടേബിൾ, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പൊക്കമുള്ള ഒരു ടേബിൾ ഉണ്ടോ എന്ന് നോക്കണം. അതിലൊരു ഡ്രൈ ഷീറ്റ് എടുത്ത് വിരിക്കണം. അത്രേ ഉള്ളൂ. ഇവിടെ കിടത്തി അവനെ എല്ലാം ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അവൻ്റെ ഡ്രസ്സ് ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്, ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ. പിന്നെ ഏതാണ്ട് വൈപ്സ് വെച്ചിട്ടുണ്ട്. വാഷ് ക്ലോത്ത് ഇവിടെ ഉണ്ട്. അവൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിനകത്ത് ഇതിനകത്തെല്ലാം ഡയപ്പേഴ്സും അതൊക്കെയാണ്. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, എന്തൊക്കെ സാധനങ്ങൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ കണക്കിന് എങ്ങനെ വയ്ക്കാമെന്നുള്ളത്. അപ്പോൾ ഇത് അടുത്ത് തന്നെ വച്ചിട്ടുണ്ട്. ഇവിടെ വച്ചിട്ട് നമ്മളല്ല ഞാൻ ക്ലീൻ ചെയ്യും. ഇതാണ് എൻ്റെ ലോക്കൽ സെറ്റപ്പ്. ഇത് ഞാൻ എവിടെ പോവുകയാണെങ്കിലും, ഇപ്പം ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് അവിടെ പോയപ്പോൾ 14 ദിവസം വരെ അവിടെ സ്റ്റേ ആയിരുന്നില്ലേ. അപ്പോൾ ഇവൻ ന്യൂ ബോൺ സ്റ്റേജാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ നടുവും ഒന്നും എടുക്കാൻ പറ്റില്ല, ഇപ്പോഴേ ഒന്നും എടുക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സ്റ്റേജിൽ കുനിഞ്ഞു കിടന്ന് ഡയപ്പർ മാറ്റുന്നത് എല്ലാം പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി കൊണ്ടുവന്നത്. അവിടെയും ഞാനൊരു മേശ കണ്ടുപിടിച്ചെടുത്ത് ഒപ്പിച്ച് ഒരു ഡ്രൈ ഷീറ്റ് ഇട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഡയപ്പേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, അപ്പോൾ നമുക്ക് അപ്പോഴെപ്പോഴും മാറ്റാനായിട്ട് ഈസി ആയിരിക്കും.
കിടന്ന് കുനിഞ്ഞ് ചെയ്യണ്ട. അത് ഡിഫറൻസ് ഭയങ്കര ഇതാണ്. എന്താണ് അത് കുനിഞ്ഞ് കിടന്ന് ചെയ്യണതും ഇങ്ങനെ നമ്മൾ നേരെ നിന്നിട്ട് ഇങ്ങനെ മാറ്റുന്നതിനുമായിട്ടുള്ള ചെയ്യുമ്പോൾ മനസ്സിലാവും ഡിഫറൻസ്. സോ അത് ശ്രീയേട്ടൻ്റെ വീട്ടിൽ പോയാലും ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ഈ ഒരു പരിപാടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവനായിട്ട്. ഇത് എന്തൊക്കെ രീതിയിൽ ഇവന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ഈസിയാണ്. നല്ല ഈസി എന്ന് വെച്ചാൽ പരിപാടി ചെയ്യണത് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യെത്തും ദൂരത്തും എല്ലാം ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോഴാണെങ്കിൽ നമ്മൾ പഴയ പോലെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന കുട്ടിയല്ല, എല്ലാം വരച്ച് എടുക്കുന്ന പ്രായമായി. അതുകൊണ്ട് കുറച്ചുകൂടി പാടാണ്. ഇതിൽ അങ്ങനെ കിടക്കൂല, അവൻ തിരിഞ്ഞ് മറിഞ്ഞ് എന്തൊക്കെ വലിച്ചെടുക്കാൻ പറ്റുമോ അതൊക്കെ നോക്കും. സോ എന്നാലും ഇത് ഒരു സ്റ്റേജ് വരെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത് തന്നത് വലിയൊരു കാര്യമൊന്നുമല്ല, ബട്ട് എനിക്കത് അങ്ങനെ ചെയ്തപ്പോൾ റാഷസ് വരുന്നതെന്നൊക്കെ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് തോന്നി. റാഷ് ചെറുതായിട്ട് വരുന്നെന്ന് തോന്നിയാലേ ഞാൻ റാഷ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടേ ഡയപ്പർ ഇടാറുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ പാവമല്ലേ നമ്മൾ കാരണം അവനൊരു ഇതും വരാൻ പാടില്ല. അങ്ങനെ നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.